കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് പ്രവാസ ലോകം. ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചത്. അവിടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വീണ്ടും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ മരിച്ചവരിൽ ഏറെയും മലയാളികളാണ് എന്നതാണ് നടുക്കുന്ന വിവരം. മലയാളികൾ ഉൾപ്പെടെ മരണപ്പെട്ട തീപിടുത്തമുണ്ടായത് പ്രവാസി മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയുടെ ലേബർ ക്യാമ്പിലാണ്. ഇതിനകം 24 മലയാളികൾ മരിച്ചതായിട്ടാണ് നോർക്കെ റൂട്ട് CEO മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുള്ളത്. ചികിത്സയിൽ കഴിയുന്നവരിൽ ഭൂരിപക്ഷവും മലയാളികളാണ്. ഇവരിൽ 7 പേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമായ വിവരമെന്നും നോർക്ക വ്യക്തമാക്കി. ഇന്നലെ പ്രാദേശിക സമയം പുലർച്ചെ 4:30 ഇന്ത്യൻ സമയം രാവിലെ 7-നായിരുന്നു സംഭവം നടന്നത്. ഏകദേശം ഒരു 195 പേരാണ് 6 നില കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു മിക്കവരും. ചൂടേറ്റും ശ്വാസം മുട്ടിയും ഉണർന്നപ്പോഴേക്കും ചുറ്റും തീവലയമായിരുന്നു. താഴേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ പടിക്കെട്ടുകളിൽ വെന്ത് മരിച്ചു. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തുമെന്നും നോർക്ക CEO വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് പ്രത്യേക വിമാനത്തിലായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. കേന്ദ്ര സർക്കാർ ഇതിനായി പ്രത്യേക വിമാനം സജ്ജമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റ മലയാളികളിൽ 7 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇവരുടെ ചികിത്സ അവിടെ തന്നെ തുടരുമെന്നാണ് നോർക്ക സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്തും. പരിശോധനാ ഫലം ലഭിക്കുന്നതിന് 2 ആഴ്ചയോളം സമയമെടുക്കും. മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഡോക്ടർ K വാസുകി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിൽ തന്നെ കാണാതായിട്ടുള്ള ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ബിനോയ് തോമസ് മരിച്ചതായി വീട്ടുകാർക്കും വിവരം ലഭിച്ചു. മൃതദേഹം തിരിച്ചറിഞ്ഞതായും കുവൈറ്റിലുള്ള ബെൻ എന്ന സുഹൃത്ത് നാട്ടിൽ അറിയിക്കുകയായിരുന്നു. ബിനോയുടെ ചർച്ചിലെ പാസ്റ്ററായ കുര്യാക്കോസ് ചക്രമാക്കലിനെയാണ് കുവൈറ്റിൽ നിന്ന് സുഹൃത്ത് ഈ ഒരു വിവരം അറിയിച്ചത്. മരിച്ച മലയാളികളിൽ 16 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത്. ജനാലകളിൽ നിന്ന് താഴേക്ക് ചാടിയവരും മരിച്ചു. ചിലർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളം അതീവ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി പറയുന്നത്. കാരണം ഉയർന്ന കെട്ടിടങ്ങൾ ഉള്ളിടത്തൊക്കെയുള്ള ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായേക്കാവുന്ന അഗ്നിബാധയെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടിടത്തോളം അത്ര ഉയരമുള്ള കെട്ടിടമല്ല. താഴത്തെ നിലയിൽ നിന്ന് തീ പിടിച്ചതിനാലും അതിരാവിലെ ആയതിനാലും ആളുകൾ തീ പടർന്നതിന് ശേഷം മാത്രം അറിഞ്ഞതുകൊണ്ടുമായിരിക്കണം മരണസംഖ്യ കൂടിയതെന്നാണ് തുമ്മാരുകുടി പറയുന്നത്. എപ്പോഴും പറയുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിലും ഉണ്ടാകും. പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫ്ളാറ്റിലെ ഫയർ സിസ്റ്റം ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്യുക. ഫയർ ഡ്രില്ലുകൾ കാര്യമായി എടുക്കുക. സുരക്ഷിതമായിരിക്കുക എന്നാണ് മുരളി തുമ്മാരുകുടിയുടെ വാക്കുകൾ. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ്.